അഞ്ജലിയുടെ കഥ ഇഷ്ടപ്പെട്ടില്ല. ദുൽഖറിന്റെ ചിത്രം ഉപേക്ഷിച്ച് പ്രതാപ് പോത്തൻ. നീണ്ട കാത്തിരിപ്പ്, 20 വർഷങ്ങൾ, വളരെ പ്രതീക്ഷയോടെയുള്ള മടങ്ങിവരവ്. എല്ലാം തകർന്നിരിക്കുന്നു. ദുൽഖർ സൽമാൻ, അഞ്ജലി മേനോൻ, പ്രതാപ് പോത്തൻ കൂട്ടുകെട്ടിലൊരു സിനിമ. ആരാധകരുടെ പ്രതീക്ഷ വാനോളമായിരുന്നു. എന്നാൽ ഒരു ഓൺലൈൻ മാസികയ്ക്ക് കൊടുത്ത അഭിമുഖത്തിൽ പ്രതാപ് പോത്തൻ പറഞ്ഞത് അഞ്ജലിയുടെ തിരക്കഥ തനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് DQSന് വെച്ചുള്ള പ്രൊജക്ട് താൻ ഉപേക്ഷിക്കുകയാണെന്ന്. തമിഴിലും മലയാളത്തിലും 20 വർഷങ്ങൾക്ക് മുൻപ് നിരവധി ഹിറ്റ് ചിത്രങ്ങൾ ചെയ്ത പ്രതാപ് പോത്തന്റെ ഒരു മികച്ച തിരിച്ചുവരവായിരുന്നു എല്ലാവരും കാത്തിരുന്നത്. ഉൾക്കൊള്ളാനാകാത്ത ഒരു തിരക്കഥയിൽ സിനിമ ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഒരു തിരക്കഥയിൽ സിനിമ ചെയ്യാൻ തനിക്കുമേലുള്ള സമ്മർദ്ദം അംഗീകരിക്കാനുമാകില്ല. ഒരു സ്ക്രിപ്റ്റ് തന്നിട്ട് ഇതുതന്നെ ചെയ്യണമെന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ലെന്നും പ്രതാപ് പോത്തൻ വ്യക്തമാക്കുന്നു. കൂടാതെ പണത്തിനു വേണ്ടി ഒരിക്കലും സിനിമ ചെയ്തിട്ടില്ല, ഇനിയൊട്ട് ചെയ്യുകയുമില്ലെന്ന് പറയുന്ന പ്രതാപ് പോത്തൻ വലിയൊരു ഗ്യാപ്പിന് ശേഷം തിരിച്ചുവരുമ്പോൾ പ്രേക്ഷകർ എന്നിൽ നിന്ന് പലതും പ്രതീക്ഷിക്കും. സംവിധായകൻ എന്ന നിലയിൽ ഒട്ടും തൃപ്തി തരാത്ത തിരക്കഥയാണ് കയ്യിൽ കിട്ടിയത്. ഉസ്താദ് ഹോട്ടൽ, ബാംഗ്ലൂർ ഡേയ്സ് എന്നീ ചിത്രങ്ങളൊരുക്കിയ അഞ്ജലിയുടെ ദുൽഖർ പ്രതാപ് പോത്തൻ ടീമിന്റെ ചിത്രത്തിനായി ആരാധകർ വൻ പ്രതീക്ഷയോടെ കാത്തിരുന്നെങ്കിലും എല്ലാം പൊട്ടി പാളീസായിരിക്കുകയാണ്. പോട്ടെ അഞ്ജലി, താങ്കളുടെ തിരക്കഥയ്ക്ക് പുതിയ സംവിധായകർ വരും. ദുൽഖറിനെ വെച്ച് തന്നെ ചെയ്യുക. അത് വലിയ ചരിത്രമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഫിലിം കോട്ട്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫിലിം കോട്ട്.